ഹായ് ഡിയേഴ്സ്, ഞാൻ സിൽവാൻ മുസ്തഫ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്തുള്ള വീട്ടിലാണ്. നമ്മുടെ ഇല്യാസ് ഖാന്റെ വീട്ടിലാണ്. വീട് ഇങ്ങനെ പുറത്ത് നിങ്ങൾ എക്സ്റ്റീരിയർ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടായിട്ട് നിങ്ങൾ നോക്കുക. അകത്ത് കയറി കഴിഞ്ഞാൽ രക്ഷയില്ല. 6000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബംഗ്ലാവാണ് അകത്ത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മനോഹരമായിട്ടുള്ള ടൈൽസിന്റെ വ്യൂ കണ്ടു നോക്കാം. സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് നമ്മൾ ഇല്യാസ് ഖാനെ പോളിച്ച്. നല്ല രീതിയിൽ ബന്ദോബസ്തായിട്ട് സിറ്റ് ഔട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് പവർഫുൾ ആയിട്ട് അടച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ക്ലോസ്ഡ് സിറ്റ് ഔട്ടാണ്. മാത്രമല്ല അതിന്റെ ചുറ്റുഭാഗത്തും വുഡൻ ടൈലിട്ടിട്ട് നടുവിൽ നമ്മുടെ അസർവയുടെ ബ്രഷ്യ മനോഹരമായിട്ടോ ഒരു കാർപ്പറ്റ് വിരിച്ചമാർക്ക് വിരിച്ചിട്ടുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിൽ വുഡിൽ നല്ല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. അതിൽ കുഷനും കൊടുത്തിട്ടുണ്ട്. എത്ര ആൾക്കും വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു വിശാലമായ സിറ്റ് ഔട്ടാണ്. അകത്തേക്കൊന്ന് കടക്കുന്നതിന് മുന്നേ ഇരുമ്പിന്റെ സ്റ്റീൽ ഡോറാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ഡോർ നല്ല ഭംഗിയായിട്ട് നല്ല ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വുഡാന്ന് തോന്നുന്ന രീതിയിൽ തന്നെ സ്റ്റീൽ ഡോർ ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ഇവിടെ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിൽ മൊത്തം പാനലിംഗ് കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ അകത്തേക്കൊന്ന് കടന്നു. എന്തുകൊണ്ട് ആളുകൾ പല ഭാഗത്തു നിന്നും കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും വന്നിട്ട് അസർവ ടൈൽസ് വേണമെന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അസർവ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും അസർവയുടെ പ്രൊമോഷൻ ആണ്. യെസ്, അസർവ ടൈൽസിന്റെ പ്രൊമോഷൻ തന്നെ. കാരണം അതിന്റെ ക്വാളിറ്റി പറയാതെ ഒരു ഹോം ടൂർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ 6000 സ്ക്വയർ ഫീറ്റിന്റെ ബംഗ്ലാവിൽ ചെയ്തിട്ടുള്ള അസർവയുടെ ബുക്ക് മാച്ച് ടൈൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ജോയിന്റ് കാണിക്കാൻ പറ്റുമോ? ഇത് ഒരൊറ്റ ഷീറ്റ് അല്ല കേട്ടോ, 6x4 സ്ലാബാണ്. കണ്ടോ, ഇങ്ങനെ വിശാലമായി കിടക്കുന്ന വലിയ പാറക്കഷ്ണം കട്ട് ചെയ്ത് കൊടുത്ത് വെച്ച ഇറ്റാലിയൻ മാർബിളിന്റെ ബുക്ക് മാച്ച് ഡിസൈനിൽ കിടക്കുന്ന വലിയ ഒരു ഹാള്. ഇതുപോലെ ഹാളുള്ള വീടുകൾക്കൊക്കെ ഈ അസർവയുടെ ബ്രഷ് പിടിച്ചിട്ടുള്ള ലുക്ക് ഉണ്ടോ? എന്ത് വിശാലമായിട്ട് അതിന്റെ ഫ്ലോർ കിടക്കുന്നത്, മനോഹരമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. എന്തുകൊണ്ട് ആളുകൾ ഇന്ന് കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും അസർവയുടെ ഫ്ലോർ ടൈൽ അവരുടെ വീടിന് സെലക്ട് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ജോയിന്റ് ഫ്രീ ആയിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ കളർ ടൂണിൽ വിരിക്കാൻ പറ്റിയ പോക്കറ്റിന് ഉതകുന്ന ബഡ്ജറ്റിൽ ഇന്നൊരു ബ്രാൻഡ് ആണെങ്കിൽ അത് അസർവ മാത്രമാണ്. അതിന്റെ വിശാലമായിട്ടുള്ള വ്യൂ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം കമന്റിൽ അറിയിക്കണം. ഫ്ലോർ ടൈൽസിനെ കുറിച്ച് മാത്രമല്ല, വീടിന്റെ ഞാൻ പിന്നീട് പറയും. ഇതാണ് ഈ വീടിന്റെ ലിവിങ് ഏരിയ. നല്ല ഭംഗിയുള്ള സോഫ ഇട്ടിട്ട് അതുപോലെ തന്നെ ആ സോഫയുടെ ഹൈറ്റിൽ വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു രാജകീയ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് സീലിംഗിൽ ഡിസൈൻ ചെയ്തിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള കർട്ടനും കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ പൈപ്പ് കൊണ്ട് സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ വുഡിലാണ് നല്ല ഡിസൈനിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പരകോളൊക്കെ ഇട്ടുള്ളത് വുഡിലാണ്. ഫ്ലോറിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മനോഹരമായിട്ട് ദൃശ്യം. അതുപോലെ തന്നെ ഇവിടെ പാനലിംഗ് ചെയ്തിട്ട് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കാലിഗ്രാഫിയിൽ ചെയ്തിട്ടുണ്ട്. അതിന് വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല തിക്നെസ്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു എന്താ പറയുക, ഇടുപ്പുള്ള ഒരു വീടാണ്. അതുപോലെ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ അടിയിലും നമ്മൾ ബെഡ്റൂം ഉണ്ട്, മുകളിലൊക്കെ ബെഡ്റൂം ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് ഇട്ടുള്ളത്. ഫ്രീ ആയിട്ടാണ് ഇട്ട് കിടക്കുന്നത്. ഈ ഏരിയ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ സീലിംഗിലൊക്കെ ഇങ്ങനെ സ്ക്വയറിൽ ചെയ്തിട്ട് നല്ല ഡെപ്തിൽ ചെയ്ത സീലിംഗ് കേട്ടോ. അതുപോലെ തന്നെ വുഡൻ പാനലിംഗ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഫാമിലി ലിവിങ്. നമ്മളെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഫാമിലി ലിവിംഗ് ആണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ബാക്കിൽ നല്ല CNC കട്ടിങ്ങിൽ ഡിസൈൻ ചെയ്തിട്ട് ബാക്കിൽ ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ TV യൂണിറ്റിന് തന്നെ ബാക്കിൽ വുഡാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ഷോക്കേസുകളൊക്കെ വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗോൾഡിഷ് കളറുള്ള ബേസിൻ, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഇട്ടുള്ള അസർവയുടെ ഞാൻ പറഞ്ഞിട്ടല്ലോ ഐ ഗ്ലോസി ഡിസൈൻ ചുമരിലൂടെ നല്ല രസം കേട്ടോ. അതിൻ്റെ ബാക്കിൽ നല്ല മിററും കൊടുത്തു, മിറർ ലൈറ്റും കൊടുത്തു, ഫുൾ ലെങ്ത്തിൽ കൊടുത്തു. ഒരു പാർട്ടീഷനിൽ CNCയിൽ നല്ല MDFിൽ നല്ല ഡിസൈൻ കൊടുത്തു. ഇവിടെ വുഡിൽ പാനൽ ചെയ്തു. നല്ല ഒരു എന്താ പറയുക, ഒരു ആംബിയൻസ് ഉള്ള ഒരു വാഷ് ബേസിൻ ഏരിയയാണ് ഈ വീട്ടിലേക്ക് ചേർന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളാണ്. ഒരു 10 ആൾക്ക് 12 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന വിശാലമായിട്ടുള്ള ഡൈനിങ് ടേബിൾ. ബ്ലാക്ക്, അതിന് വുഡൻ ചെയറും കൊടുത്തു. നല്ല രീതിയിൽ സീലിംഗ് കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചണിന് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല സൗകര്യത്തിൽ 6000 സ്ക്വയർ ഫീറ്റ് നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. വീട്ടിലെ കിച്ചണിൽ പോലും വിരിച്ചിട്ടുള്ളത് അസർവയുടെ 6x4 ആ ബുക്ക് മാച്ചിലാണ് വിരിച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള മോഡുലാർ കിച്ചൺ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാൾട്ട് ആൻഡ് പേപ്പറാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പായി കൊടുത്തിട്ടുള്ളത്. ഒരു യെല്ലോ ഗ്രീൻ ഡിസൈനാണ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ വൈറ്റ് അസർവയുടെ പ്ലെയിൻ വൈറ്റ് ചുമരിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ട് നല്ല ഗിൽറ്റർ എപ്പോക്സിറ്റ് ഇട്ട് സ്പേസിലിട്ട് എപ്പോക്സിറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കിച്ചൺ
ഇവിടെ ചിമ്മിണി ഹോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫാബറിന്റെ. അതുപോലെ തന്നെ ആ മൾട്ടി യൂസ് ആയിട്ട് കൊടുക്കുന്ന നമ്മളെ ടാപ്പും സിങ്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും വിൻഡോ ഉണ്ട്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് പോലെ ബാർ ടോപ്പ് പോലെ ആറാക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടിലെ ആളുകൾക്ക് കുടുംബത്തിനോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചണാണ് ഇതിന്റെ കൂടെ ഇല്ലാസ്ക ചെയ്തിട്ടുള്ളത്. വിശാലമായ സൗകര്യത്തിലാണ് എല്ലാ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒക്കെ വുഡിന്റെ ഡിസൈനുകളാണ് പാനലിംഗ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ഒന്നും പറയാൻ രക്ഷയില്ല. നമ്മൾ അസർവയുടെ ബ്രഷ് ആണ്, ഇറ്റാലിയൻ മാർബിൾ അത് സ്ലാബ് ആണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ജോയിന്റ് പോലും കാണാത്ത വലിയ ബ്രഷയുടെ ദൃശ്യമാണ്. അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഒക്കെ നല്ല രീതിയിൽ സ്ലൈഡിംഗ് ഡോർ കൊടുത്ത് നല്ല വൈറ്റ് ആൻഡ് കോഫി ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അസർവയുടെ 4x2 ആണ് ബാത്റൂമിൽ ഇരിച്ചിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും അതുപോലെ വാൾമൗണ്ടഡ് ക്ലോസറ്റും ഷവർ മിക്സറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂമാണ്. അതിന്റെ ഫ്ലോറിൽ നല്ല ഗ്രിസ്റ്റിക് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഫ്ലോറിൽ തന്നെ വിരിച്ചിട്ടുള്ളത്. വിശാലമായ ഫ്ലോർ, അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ നല്ല രീതിയിലുള്ള കളർ ടൂൾസ് കൊടുത്ത് നല്ല ആംബിയൻസ് ഉള്ള എടുപ്പുള്ള രീതിയിലാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വുഡിലെല്ലാം ഡിസൈൻ ചെയ്തിട്ട് നല്ല ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അതിലേക്കും മീതാണ് നല്ല രീതിയിൽ ഒണിക്സ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അസർവയുടെ 4x2 ഒണിക്സ് വാഷ് ബേസിന് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്ലോറിൽ ഗ്രീൻ കളറിൽ മാറ്റ് ടൈല് വിരിച്ചിട്ടുണ്ട്. വാഷ് ബേസിനും ഗ്രീൻ വാഷ് ബേസിനാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾ മൗണ്ടഡ് കൊടുത്ത് അടിപൊളിയാക്കി ഗ്രീൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നല്ല വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ സത്യത്തിൽ ഇത് വുഡല്ല, മൾട്ടിവുഡാണ്. അത് ഡബിൾ സ്ട്രെങ്ത്തിൽ കൊടുത്തതാണ്. കണ്ടു കഴിഞ്ഞാൽ വലിയ വുഡിന്റെ ഡിസൈൻ ചെയ്താണെന്ന് കരുതി. ഞാൻ അങ്ങനെ കരുതിയത്. ആ വീട്ടിലത്തെ ആളെ എന്നോട് പറഞ്ഞു ഇത് മൾട്ടിവുഡാണ്. നല്ല ഭംഗിയായിട്ട് തിക്നെസ് കണ്ടപ്പോൾ വലിയ മരം കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഡിസൈനിൽ കാതലിങ് ഇട്ട് ചെയ്ത് കാതലുള്ള സാധനമായിട്ട് ചെയ്താന്ന് ഞാൻ കരുതിയത്. മൾട്ടിവുഡ് ഡബിളായിട്ട് കൊടുത്താണ്. ഇതൊക്കെ പാനലിംഗ് ഒക്കെ മൾട്ടിവുഡ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂട്ട് അടിക്കണം അതിൻ്റെ വർക്കേഴ്സിന്. ഇത്ര സിമ്പിളായിട്ട് ചെയ്തത്. മാത്രമല്ല സ്റ്റെപ്പിന് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ നടക്കുമ്പോൾ ലൈറ്റ് എത്തുന്ന സ്റ്റെപ്പല്ലേ, അതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിപ്പോകുന്ന ആ മനോഹരമായിട്ടുള്ള സ്റ്റെപ്പാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ ഇവിടെ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയുക CNC കട്ടിങ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗോൾഡിഷ് കളർ കൊടുത്തിട്ടുണ്ട്. വുഡിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മുകളിലൊന്ന് കയറി നോക്കാം. സ്റ്റെയറാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. സ്റ്റെയറിൽ ചോട്ടുന്നത് വുഡല്ല കേട്ടോ, അത് വുഡൻ ടൈലാണ്. വുഡൻ ടൈല് 6 വുഡൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കത്തുമ്പോൾ ഈ ലൈറ്റ് കത്തുന്ന വീഡിയോ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു എങ്ങനെ ചെയ്യാൻ. കണ്ടോ, ഇവിടെ ചെറിയൊരു സെൻസർ മാത്രമേ കാണുള്ളൂ. കണ്ടോ, ഈ സെൻസറാണ് പ്രവർത്തിക്കുന്നത്. കണ്ടോ, ലൈറ്റ് കത്തുന്നത്. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരാളിലേക്കാണ് എത്തുന്നത്. ഇവിടെ 1500-800 കസർവയുടെ ഗോൾഡിഷ് കളറുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതും ജോയിന്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. റാൻഡം ഡിസൈൻ ആട്ടോ. നേരത്തെ അടിയിൽ കണ്ട പോലെ ബുക്ക് മാച്ച് അല്ല, റാൻഡം ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു വല്ലാത്ത കളറാണ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ LED സ്ട്രിപ്പ് കൊടുത്തതോടുകൂടെ മനോഹരമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചുമരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ട് നല്ല വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ടോ, നല്ല ഭംഗി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ്. നമ്മളെ ഹൈറ്റിങ് ചാൻലിയർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം ഹൈറ്റിൽ നിന്ന്. അതുപോലെ താഴത്ത് ലിവിംഗിൽ ഇരിക്കുന്ന ആളുകളെ കാണാം. CNC സ്റ്റീലിൽ ചെയ്തിട്ടാണ് ഗോൾഡിഷ് കളർ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 4 ബെഡ്റൂമാണുള്ളത്. അതിൽ കിഡ്സ് റൂമാണ്, ട്വിൻസ് ബെഡ് ഇട്ടുള്ള കിഡ്സ് റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വുഡൻ പാനൽ കൊടുത്തു. അതിന്റെ ബാക്കിൽ നല്ല ഭംഗിയായിട്ട് വാൾപേപ്പർ കൊടുത്തു. ഇതിന്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ള ആ ഗോൾഡിഷ് കളറുള്ള ഡിസൈനാണ് വെച്ചിട്ടുള്ളത്. ഇതിനോട് കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കണം, റൂം ഒരിക്കലും അലങ്കോലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഐഡിയ ആണ്. ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് എടുത്തത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അതേ യെല്ലോ ഷെയ്ഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ അടിയിലൊക്കെ നല്ല എന്താ പറയുക സ്റ്റോറേജ് ഏരിയയും കൊടുത്ത് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും അട്രാക്ഷൻ ഈ ബാത്റൂമാണ്. ഒരു രക്ഷയില്ലാത്ത അസർവയുടെ ഐഗ്ലോസ് ചെയ്ത ഫുള്ളായിട്ട് ഒറ്റ കളർ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ബാത്റൂം. അതിൻ്റെ ഫ്ലോറിൽ നീല കളർ കൊടുത്തിട്ടുള്ള വാൾമൗണ്ടഡ് ക്ലോസറ്റും അതിലേക്ക് മാക്സ് ആയിട്ട് യെല്ലോ തീം, എല്ലായിടത്തൊരു തീമുണ്ട്. ഈ റൂമിൽ യെല്ലോ ആണ്. താഴത്തെ റൂമിൽ നമ്മൾ കാണിച്ചത് അസർവയുടെ ഒണിക്സ് ഗ്രീൻ കാണിച്ചു കൊടുത്തു. ഒണിക്സ് ഗ്രീനിൻ്റെ വൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് പെയിൻറ്റ്. ഇവിടെ ലൈറ്റിനും അതുപോലെ ഇവിടുത്തെ പെയിൻറ്റിനൊക്കെ ഒരു യെല്ലോ കളറാണ്. വാഷ് ബേസിനും യെല്ലോ ആണ്. ഡോറും യെല്ലോ ആണ്. ഒരു രാജകീയമായിട്ടുള്ള ഒരു പാലസ് പോലത്തെ ഒരു കട്ടിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാലസുള്ള പോലെ നല്ല ഹൈറ്റുള്ള കട്ടിലാണ്. അതും വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാഗിൽ നല്ല അതിൻ്റെ മാച്ച് ആണ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പറോട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ട് ഭയങ്കര സ്പേസ് ഉള്ള ഈ ഗോൾഡിഷ് കളർ അസർവയുടെ 1500-800 ആ ലൈറ്റും കൂടെ വരുമ്പോൾ ഒരു റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വന്നാൽ സെപ്പറേറ്റ് ഏരിയ ആണ്. ഒരു റൂമിലേക്ക് കിടക്കുന്ന പോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. വലിയ രീതിയിൽ സ്റ്റോറേജ് ആയിട്ട് സ്ലൈഡിങ്ങിൽ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ എന്തെങ്കിലും വാൾഡ്രോപ്സുകൾ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ സ്ലൈഡിങ് ഡോറുകൾ, വലിയ 3 ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഡോറില്ല,
ഇത്രയും ലെങ്ത്തിൽ ചെയ്യുമ്പോൾ സത്യത്തിൽ 4-5 ഡോർ ഉണ്ടാവും ചില സ്ഥലത്ത്. ഇതാകെ 3 സ്ലൈഡിങ് വലിയ ഡോറാണ് ഈ വാർഡ്രോബ്സിൽ കൊടുത്തിട്ടുള്ളത്. മേലെ സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസർവയുടെ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ താഴത്തിട്ട് അതിന്റെ മറ്റൊന്നുണ്ട് 800-1000 മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ഫ്ലോറിന്റെ വലിപ്പമായിട്ട് ഒരു ബാത്റൂം. ഇവിടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്ലോറിൽ ന്യൂപ്പ് വുഡാണ് വെച്ചിട്ടുള്ളത്. ബുക്ക് മാച്ചിൽ റഷ്യ ബാത്റൂം ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലുക്കുള്ള ബാത്റൂമാണ്. വാൾമൗണ്ടഡ് ക്ലോസറ്റും ആന്റിക് ലുക്കുള്ള വാഷ് ബേസിനും ചെയ്തിട്ടുള്ള രാജകീയമായ ബാത്റൂമാണ്. മറ്റൊരു ബെഡ്റൂമിലാണ് നല്ല പിങ്കിഷ് കളറുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഓരോ ബെഡ്റൂമിനും ഓരോ തീമാണ്. ഈ വീട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വീട് ഓരോ ലെവലാണ്. ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ് ചെയ്യുന്നത്. അതന്നെ മുകളിലും കൊടുത്തത് ആ കളർ ടൂണ്, ആ ബെഡ്ഷീറ്റ്. ഇതിന്റെ ഫ്ലോറിൽ നമ്മൾ ആ ഗോൾഡിഷ് കളറുള്ള അസറോയുടെ ഇതിന്റെ ബാത്റൂം ഒന്ന് കണ്ടു നോക്കണം. അത് പോകുന്നതിന് മുന്നേ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് നല്ല ഭംഗിയായിട്ട് കൊടുത്ത് അതിന്റെ കൂടെ തന്നെ മിറർ കൊടുത്ത് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഇതിന്റെ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും. മാംഗോ യെല്ലോ സിൽവാൻ എടുത്തിട്ടുള്ള 1500-800 അതുപോലെ സ്പേസർ ഇട്ട് എപ്പോക്സി ഇട്ടിട്ട് നല്ല രീതിയിൽ ഗിൽറ്ററിങ് കൊടുത്ത് യെല്ലോ ഗിൽറ്ററിങ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി യെല്ലോ കളറുള്ള ഒരു ബാത്റൂമാണ്. അതിന്റെ ഫ്ലോറിൽ യെല്ലോ മാറ്റ് ടൈലാണ് വെച്ചിട്ടുള്ളത്. ഗോൾഡിഷ് കളർ കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുള്ള മനോഹരമായി വാഷിംഗ് ഏരിയ അതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഓപ്പൺ ബാൽക്കണിയാണ്. ഈ ഓപ്പൺ ബാൽക്കണിയിൽ ഫ്ലോറിലിട്ടുള്ള മാറ്റ് ടൈലാണ്. വെള്ളക്കായി കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാതിരിക്കാനായിട്ടുള്ളത്. നമ്മളെപ്പോഴും ഈ വീട് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ വീടിന്റെ ഒരു ഭംഗി പുറത്തേക്ക് കാണിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം അകത്താണ്. രാജകീയമായിട്ടുള്ള ഓരോ ബെഡ്റൂമുകളാണ്. ബാത്റൂം വരെ റിച്ച് ബാത്റൂം റോയൽ ലുക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പുറത്തേക്ക് കാണുമ്പോൾ ഒരു സാധാരണ ഒരു സ്ക്വയറിലുള്ള ഒരു വീട് മാത്രമാണ്. പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാലസിന്റെ ലുക്ക് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ ബോഡി ബിൽഡർ ചെയ്യുന്നത്. ഇല്ല നമ്മുടെ ഇല്യാസ്ക വീട് ഉണ്ടാക്കിയത് അതേപോലെ ഭയങ്കര ആംബിയൻസ് ആയിട്ടുള്ള വീടാണ്. പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു വീട് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ നല്ല പാലസ് പോലെ ഉണ്ട്. അതും വിശാലമായിട്ടുള്ള ഹാളുകൾ, വിശാലമായ കിച്ചൺ, വിശാലമായിട്ടുള്ള ബാത്റൂം, വിശാലമായ ബെഡ്റൂമൊക്കെ 6 ബെഡ്റൂമുണ്ടായി. ഇല്ലാസ്ക എങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ കാരണം? ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പല വീടുകൾ നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാ വീടുകളും കാണുമ്പോൾ എല്ലാം ഒരേ രീതിയിലുള്ള വീടുകൾ അധികം ആൾക്കാർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ ഒരു വീടിൻ്റെ ഒരു പ്ലാന് കാണും. അതേ പ്ലാന് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് വീടെടുക്കും. അപ്പോൾ അവരൊരു മാറ്റം വരുത്തുന്നത് വെച്ചാൽ വീട്ടിൻ്റെ പുറത്തുള്ളത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് ആ വീടിന് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ആർക്കിടെക്റ്റോട് ഞാൻ പറഞ്ഞത് എനിക്ക് പുതിയൊരു പ്ലാൻ വരക്കുക, വേറൊരു പ്ലാന് കണ്ടിട്ട് ഉള്ളൊരു പ്ലാൻ എനിക്ക് വേണ്ട. അതും എനിക്ക് കുറച്ച് കാലം അങ്ങോട്ടേക്കുള്ള, കാരണം ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊരു വീട് നോക്കിക്കഴിഞ്ഞാലും ഓക്കെ ആയിരിക്കണം. അല്ലാണ്ട് ഒരു 10 വർഷം, ഒരു 5 വർഷം, 2 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വേറൊരു വീട് വരുമ്പോൾ നമ്മളെ വീട് ഒന്നുമല്ലാതാവരുത്. ആ ഒരു രൂപത്തിലുള്ള ഒരു വീടാണ് എനിക്ക് ആവശ്യം. അത് നല്ല സ്പേസ്, നല്ല വെളിച്ചം. ആ പ്ലാൻ ഓക്കെ. കാരണം ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞാലേ ആളുകൾ പുറത്തത്തെ ആംബിയൻസിലപ്പുറം അകത്ത് സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കും. കാരണം പുറത്തെ ആംബിയൻസിലപ്പുറം അകത്ത് നമ്മളും നമ്മളെ കുട്ടികളും ആസ്വദിക്കേണ്ട സാധനങ്ങൾ അത് സെറ്റാക്കും ആളുകൾ. അത് സത്യത്തിൽ ദീർഘവീക്ഷണത്തിൽ തന്നെയാണ് നിങ്ങളും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യം ആളോട് പറഞ്ഞത്, എനിക്ക് പുറത്തൊന്നും വേണ്ട. വീട്ടിൻ്റെ അകത്ത് പുറത്ത് നമുക്കിപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ തന്നെ നമുക്കൊരു വീടിൻ്റെ പുറത്ത് കുറേ തൂണ്, കുറേ ചെരിച്ച്, കുറേ കട്ട് ചെയ്ത്, അതുകൊണ്ട് നമുക്ക് എന്തൊരു കാര്യം, കുറേ കാശ് ചിലവാകും. വേറെ ഒരു കാര്യം അതിലില്ല. ആ കാശ് അകത്തിടണമെങ്കിൽ റോഡിൽ കൂടി പോകുന്ന ആൾക്കാർ നോക്കിയിട്ട് വരും, ആഹാ നല്ല രസമുണ്ട്. നമുക്കെന്ത് കാര്യം? ഒരു കാര്യം. നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളാണ് വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്നത്. നമ്മൾ പുറത്ത് താമസിക്കുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പുറത്തുനിന്ന് ഒരു മനസ്സമാധാന കുറവ് കൊണ്ട് വന്നിട്ട് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ സമാധാനം വേണം. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ അസർവയുടെ ഈ ബ്രഷ് ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഈ ബുക്ക് മാച്ച് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യാൻ കാരണം എത്ര പ്രതീക്ഷിച്ചു ഇങ്ങനത്തെ ഔട്ട്പുട്ട്? അല്ല ഇത് സെലക്ട് ചെയ്തിട്ട് വേറെ വിഷയമുണ്ട്. അപ്പം മുകളിലിട്ട ടൈൽ നിങ്ങൾ കണ്ടില്ല, ഞാൻ ഫുള്ള് അതാ എടുത്തത്. ടൈല് കംപ്ലീറ്റ് ആ ഒരൊറ്റ ടൈലാണ് എടുത്തത്. അപ്പോൾ അത് ഫസ്റ്റ് മുകളിൽ കംപ്ലീറ്റ് വിരിച്ചപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇത് ചേഞ്ച് ആക്കണം. ഇതേ ഫീല് താഴെ പറ്റില്ല, താഴെ വേറെ ഒന്ന് എടുക്കണമെന്ന്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സിൽവാനിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ടൈൽസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു മാർഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സിൽവാനിൽ പിന്നെ ഇതിനൊന്നും ഒരു മുടക്കയില്ല, എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ അവർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളിങ്ങ് പോര്, നമുക്കത് മാറ്റിയെടുക്കാം. 80 കാർട്ടൂണാണ് മാറ്റേണ്ടത്. അത് നിങ്ങൾ നോക്കട്ടെ, 5 കാർട്ടൂണും 10 കാർട്ടൂണല്ല, 80 കാർട്ടൂൺ ടൈല് ഇന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ബദൽ ടൈലിങ് കാരണം അതെല്ലാം പിന്നെ ഓക്കെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ വിഷയം വന്നിരിക്കുക. പക്ഷെ അതൊരു റിട്ടേൺ ചെയ്തിട്ട് ഒരാൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം.
അതിനൊരു വലിയ മനസ്സ് നിങ്ങൾ അത് മാറ്റാൻ തീരുമാനിച്ചതും വലിയ തീരുമാനം കേട്ടോ, അല്ലെങ്കിൽ ലുക്ക് കിട്ടൂലായിരുന്നു. അല്ല അത് ഇത് കോസ്റ്റ്ലിയാ, അത് കുറവാ, പിന്നെ കോസ്റ്റ്ലിന്റെ കുറവല്ല. അപ്പൊ എനിക്ക് പിന്നെ ഒരു ബുക്ക് മാച്ച് വേണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടി തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, നിങ്ങളെ കുറെ വീഡിയോ ഞാൻ ഇതിന്റെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ഡാർക്ക് വീഡിയോ ഞാൻ തിരുവനന്തപുരത്ത് അങ്ങോട്ടൊക്കെ ചെയ്തത്. അതാണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു ലൈറ്റ് കിട്ടിയാൽ കൊള്ളാന്നുള്ള എനിക്ക് ഞാൻ സിൽവാനിലെ കുട്ടികൾ ഫാമിലി ആയിട്ട് തന്നെ വിട്ടു. ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ച സാധനം ഫസ്റ്റിൽ കാണുന്നതാണ്, ഡിസ്പ്ലേയിൽ കാണുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഡിസ്പ്ലേ കാണുന്നത്. ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചു. അതെ, ഇത് നിങ്ങളാ തീരുമാനം പറഞ്ഞാൽ ഇത്ര വൈഡായി കിടക്കുന്ന ഹാളുകൾ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ തീരുമാനം. ഇടുങ്ങിയ റൂമുകളാണെങ്കിൽ നമുക്ക് റാൻഡം ഡിസൈൻ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ വൈഡായിട്ട് കിടക്കും ബുക്ക് മാച്ച് ആയി വരുമ്പോൾ എന്താ പ്രത്യേകത, ഒരൊറ്റ കല്ലായിട്ട് ഫീൽ ചെയ്യുക. ഇതിപ്പോൾ ഒരൊറ്റ സ്ലാബായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ബുക്ക് മാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ് റാൻഡം ഡിസൈൻ ഫ്ലോർ, എന്താണ് ബുക്ക് മാച്ച് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വിശാലമായിട്ട് കാണുന്ന ഓപ്പൺ ചെയ്തിട്ടുള്ള ഹാളാണെങ്കിൽ നിങ്ങൾ ബുക്ക് മാച്ചാണ് ആ വീടിന് ഏറ്റവും, കാരണം കണ്ടിന്യൂ ഇട്ടു. അതർവൈസ് ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് റാൻഡം ഡിസൈൻ ഇടാം. അപ്പോൾ ഒരു 8 ഡിസൈൻ വരുമ്പോൾ റാൻഡം ചേഞ്ച് ആവുക, പല പല ഡിസൈൻ ആയിരിക്കും. ഒരു കളർ ടൂൺ ആണെങ്കിൽ പല പല ഡിസൈൻ ആയിരിക്കും, ഒരിക്കലും കണ്ടിന്യൂ കിട്ടില്ല. അപ്പോൾ പരന്ന് കിടക്കുന്ന ഒരാളിൽ അങ്ങനത്തെ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വലിയ ഹാളാണ് നമ്മളെ വീടെങ്കിൽ, ഇതുപോലത്തെ വിശാലമായി കിടക്കുന്ന ഹാളാണെങ്കിൽ ബുക്ക് മാച്ചാണ് ഏറ്റവും ഭംഗി. അതിൻ്റെ ഇല്യാസ്ക്ക് എടുത്ത തീരുമാനം അന്ന് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഞാൻ തന്നെ മനസ്സിൽ തോന്നി, പഠിച്ചോനെ എന്ത് സാധനമാണ് ഫ്ലോറിൽ ഇട്ടാൻ ഞാൻ കൊടുത്തതെന്ന് തോന്നിപ്പോ. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അസർബയുടെ ആ മെറ്റീരിയൽസിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ജോയിന്റ് പോലും കാണാതെ അങ്ങനെ വിശാലമായി കിടക്കുന്ന ലുക്ക്. ഒരു വർക്കേഴ്സിനെ സല്യൂട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് എടുത്ത വർക്കേഴ്സിനെ സല്യൂട്ട് അടിക്കും. അല്ല, ഞാൻ പോലും അറിയാണ്ടാണ് ഒരു ഡിസൈൻ ചെയ്യുന്നത്, എന്നിട്ട് ചെയ്തിട്ടാണ് എന്നെ ഇത്. ഇത് കണ്ട് നിങ്ങൾ ഒന്നിവിടെ ഒരു ഡിസൈൻ അവിടെ 4 അത് കറക്റ്റ് അവർ ചെയ്ത് കൊണ്ടിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ 4 ഇങ്ങനെ, നമ്മൾ അങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ പോകും, അത് അങ്ങോളം വരും. നല്ല നോക്കാം കേട്ടോ, അത് വർക്കേഴ്സിനെ സമ്മതിക്കണം. കാരണം എന്താ പറയുക, ടൈമിങ് അതുപോലെ തന്നെ അതിന്റെ മില്ലിമീറ്റർ വരെ നോക്കിയോണ്ടാണ്. അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ 2 അങ്ങോട്ടേക്ക്, അതെ, അപ്പുറത്ത് നോക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഇവിടെ അല്ലേ വന്നിട്ടുള്ളത്, പരന്ന് കിടക്കല്ല, ശരിക്കും മെഷർമെന്റ് അത് കറക്റ്റ് മെഷർമെന്റ് കറക്റ്റ് ചെയ്തിട്ട് അത് നല്ല സൂപ്പർ. വർക്കേഴ്സിനെ നല്ല മെറ്റീരിയൽസ്, നല്ല വർക്കേഴ്സ് ആയാലും ഈ ലുക്ക് കിട്ടും. ഇനി വർക്കേഴ്സ് മോശമായാലും മെറ്റീരിയൽ മോശമായാലും ഈ ലുക്ക് ഉണ്ടാവില്ല. രണ്ടും കൂടെ പെർഫെക്റ്റ്. ആ വർക്കാണ് ഇതിന്റെ ഏറ്റവും നല്ല വർക്ക്. ഈ മെറ്റീരിയലിന് ആ വർക്കും കൂടി വന്നപ്പോൾ ഏത് നല്ല വർക്കേഴ്സും നല്ല കഴിവുള്ള വർക്കേഴ്സ്, നല്ല കഴിവുള്ള ആർക്കിടെക്ട്, ഇതൊക്കെയാണ് ഒരു ഇതേ സാധനമല്ല മുകളിൽ ഒരു ബാത്റൂമിലുള്ള ഇതിന്റെ ഡാർക്ക്, അതിന്റെ ഡാർക്കാണ്. അത് നിങ്ങൾ ചെയ്താണ്ടോ ചുമറിന്റെ മുകളിൽ? അതിന്റെ ഡിസൈൻ നോക്കി നിങ്ങൾ? ഞാൻ നോക്കി, അവിടെ ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ ഡീപ്പായിട്ട് നോക്കിയിട്ടില്ല. ആ ഡിസൈൻ കറക്റ്റ് ചുമറിൽ ചെയ്തിട്ടുണ്ട്. സംഭവം ജോയിന്റ് വരുന്ന സ്ഥലത്ത് ഇതിന്റെ പകുതിയായിട്ട് ചെയ്തിട്ടുണ്ട്. പകുതി ജോയിന്റ് വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് 6-4 സൈസ്. ഇത് അസർവ എന്ന് പറഞ്ഞ ബ്രാൻഡ്. മറ്റു മുകളിലത്തത് 1600-800 അതും അസർവയാണ് ബ്രാൻഡ്. പക്ഷെ അത് കുറച്ച് ഡാർക്കാണ്. ഡാർക്ക് ബുക്ക് മാച്ച് ഇഷ്ടപ്പെട്ടവർക്ക് ബാത്റൂമത്തിൽ ഇഷ്ടപ്പെടും. ലൈറ്റ് ആണെങ്കിൽ ഇത് എന്റെ അഭിപ്രായത്തിൽ ഹാളിൽ ഇടാൻ ഏറ്റവും ബെറ്റർ അസർവയുടെ ലൈറ്റ് ഉണ്ടാക്കുക. ഇത് നമ്മളെ വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ട് ശേഷം ഇതിന്റെ ബുക്ക് മാച്ചിന്റെ തന്നെ ഈ ബ്രഷിന്റെ കോപ്പികൾ ഇറങ്ങുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു ബ്രഷ് ആറാറാട്ട്. നമ്മൾ അസർവ ഇറക്കിയതിന് ശേഷമുള്ള കോപ്പികൾ ഇഷ്ടമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പെർഫെക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. സാധനം കിട്ടും, ഈ പെർഫെക്ഷനും മെറ്റീരിയൽസിനും ക്വാളിറ്റി കിട്ടില്ല. എപ്പോഴും നിങ്ങൾ ചോദിച്ചു വാങ്ങുക അസർവയുടെ ഡയമണ്ട് ബ്രഷ് അല്ലെങ്കിൽ ബ്രഷ് ആറോറ. ഓക്കെ, എന്തായാലും ഇല്യാസ് ഖാന്റെ കൂടെയുള്ള ഈ മീറ്റിംഗിൽ നിങ്ങളെ വീടിന്റെ ഭാഗമാകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പാനൂരല്ല നമ്മളെ സ്ഥലം? പാനൂർ കല്ലിക്കണ്ടിയിലാണ് ഈ വീട്. എന്തായാലും വളരെ മനോഹരമായിട്ട് ഭയങ്കര ആംബിയൻസിലാണ് അദ്ദേഹം ഇന്റീരിയറിന് ചെലവഴിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം വുഡാന്ന് കരുതി. മുപ്പര് എന്നോട് പറഞ്ഞു വുഡല്ല മൾട്ടിവുഡ് ആണല്ലേ. മൾട്ടിവുഡ് അല്ല, തിക്നെസ് ചെയ്തിട്ടില്ല, എടുപ്പുള്ള ഒരു വീടാണ്. ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചത് സിൽവാൻക്കും ഞങ്ങളെ ഫാമിലിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ ഷോറൂമിൽ, മറ്റ് ഷോറൂമിന്റെ കാര്യം എനിക്കറിയില്ല, നിങ്ങളെ വളാഞ്ചേരിയുള്ള ഷോറൂമിൽ നല്ല സെയിൽസ്മാൻമാർ, അതില് റാഷി മിയല്ല മിയത്തേൻ അത് മിയമേലൊന്നും ഒതുക്കാൻ പറ്റൂല. സൂപ്പറാണ് റാഷിനെ. ഞാൻ പറയില്ലേ, സമ്മതിക്കണം. ഓനെ നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാണ്.
എന്തായാലും നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് കിട്ടിയത്. നമ്മളെ സ്റ്റാഫിനെ കുറിച്ച് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ സന്തോഷമല്ല. ഞാനിപ്പോ കൂടെ പറയട്ടെ, ഈ റാഷിനെ പോലെ തന്നെ നമ്മളെ എല്ലാ ബ്രാഞ്ചിലെ സെയിൽസ്മാരും നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്. എനിക്ക് ഇന്ന് വരെ നമ്മളെ സെയിൽസ്മാരെ കുറിച്ച് നല്ല അഭിപ്രായം കിട്ടിയുള്ളൂ. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം നമ്മളെ കൂടെ നിൽക്കുന്ന ടീം നല്ലതെന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. എന്തായാലും എല്ലാവർക്കും വീടെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സിൽവാനിലേക്ക് വെൽക്കം. നിങ്ങൾ സിൽവാനിൽ വരിക, വിസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ നിർബന്ധിക്കുക. എന്നാൽ നിങ്ങളെ വീടിൻ്റെ ആ സ്വപ്നം തന്നെ മാറ്റിയെടുക്കും. താങ്ക് യു.